ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഡിസംബർ 10, 2024 നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം, ഇന്ന് ചാമ്പ്യൻസ് ലീഗിൻ്റെ 6ാം റൗണ്ട് മത്സരങ്ങൾ ഇന്ന് പുനരാരംഭിക്കുകയാണ്. 5 റൗണ്ട് മത്സരങ്ങൾ ഇതുവരെ പൂർത്തിയായിട്ടുണ്ട്. ലിവർപൂൾ മാത്രമാണ് എല്ലാ കളിയും ജയിച്ച ഏക ടീം. ലിവർപൂളിന് ഇപ്പോൾ 15 പോയിൻ്റ് ഉണ്ട്. അതേസമയം പ്രമുഖ ക്ലബ്ബുകളായ റയൽ മാഡ്രിഡ് നിലവിലുള്ള ചാമ്പ്യന്മാരാണ് അവർ. അതുപോലെ മാഞ്ചസ്റ്റർ സിറ്റി അതിന് തൊട്ട് മുമ്പത്തെ വർഷത്തെ ചാമ്പ്യന്മാരാണ്. അതുപോലെ PSG തുടങ്ങിയവരൊക്കെ പുറത്താകൽ ഭീഷണിയിലോ അതല്ലെങ്കിൽ പ്ലേ ഓഫ് കളിക്കേണ്ട അവസ്ഥയിലോ ഒക്കെയാണ്. നേരിട്ട് പ്രീ ക്വാർട്ടറിലെത്തില്ല എന്ന് ഏതാണ്ടൊക്കെ ഉറപ്പായ ടീമുകളാണ് അവർ. അപ്പോൾ ഈ പ്രമുഖരായ ക്ലബ്ബുകൾക്കൊക്കെ ഇന്ന് മത്സരങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരത്തിൽ റയൽ മാഡ്രിഡ്, നിലവിലുള്ള ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡ് നേരിടാൻ പോകുന്നത് ഇറ്റാലിയൻ ക്ലബ്ബായ അറ്റ്ലാൻ്റയെയാണ്. അറ്റ്ലാൻ്റ അത്ര ചെറിയ മീനൊന്നുമല്ല. നമുക്കറിയാം, ഇപ്പോൾ ഇറ്റാലിയൻ ലീഗിൽ ടോപ്പ് പൊസിഷനിൽ പോയിൻ്റ് പട്ടികയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ടീമാണ് അറ്റ്ലാൻ്റ. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം സമ്മിശ്രമാണ്. നമുക്കറിയാം, ലാലിഗയിൽ അവരിപ്പോൾ ബാഴ്സലോണയേക്കാൾ 1 പോയിൻ്റ് മാത്രം പുറകിലാണെങ്കിലും ചാമ്പ്യൻസ് ലീഗിൽ അവർക്ക് അധികം കളികളൊന്നും ജയിക്കാൻ പറ്റിയിട്ടില്ല. അവർ ഈ പറഞ്ഞ പോലെ പുറത്താകൽ ഭീഷണിയിലൊക്കെ തന്നെയാണ്. റയൽ മാഡ്രിഡിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളായ കിലിയൻ എംബാപ്പയുടെ ഫോമില്ലായ്മയാണ്. അദ്ദേഹം ലാലിഗയിൽ അദ്ദേഹം ഗോളുകൾ അടിക്കുന്നുണ്ടെങ്കിലും ചാമ്പ്യൻസ് ലീഗിൽ 5 മത്സരങ്ങളിൽ നിന്ന് ഒരേ ഒരു ഗോളെ ഇതുവരെ അടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ തുടർച്ചയായി റയൽ മാഡ്രിഡ് മത്സരങ്ങൾ തോറ്റുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ. ഇന്നെങ്കിലും മാറ്റമുണ്ടാവുക എന്ന് നമുക്കൊന്ന് നോക്കാം. പക്ഷേ ഇറ്റലിയിൽ ചെന്ന് അറ്റ്ലാൻ്റയെ തോൽപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ തോൽക്കാനാണ് കൂടുതൽ സാധ്യത. മറ്റൊരു പ്രധാനപ്പെട്ട മത്സരത്തിൽ ലിവർപൂൾ ഇന്ന് സ്പാനിഷ് ക്ലബ്ബായ ജിറോണയെ നേരിടും. ജിറോണ നമുക്കറിയാം, ഈ വർഷം അത്ര വലിയ ഫോമിലൊന്നുമല്ല. കഴിഞ്ഞ വർഷത്തെ അവരുടെ ഏറ്റവും മികച്ച കളിക്കാരനായ സാവിനിയോ ഇപ്രാവശ്യം മാഞ്ചസ്റ്റർ സിറ്റിയിലാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലിവർപൂൾ എളുപ്പം ജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലിവർപൂൾ 6 വിജയത്തോടെ ആദ്യം പ്രീ ക്വാർട്ടറിലെത്തുന്ന ടീമായി മാറും. മറ്റൊരു പ്രധാനപ്പെട്ട മത്സരത്തിൽ നമുക്കറിയാം, ഷാക്തർ ഡൊണാസ്കും ബയേൺ മ്യൂണിക്കും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഷാക്തർ ഡൊണാസ്ക് ബയേൺ മ്യൂണിക്ക്. ബയേൺ മ്യൂണിക്കിനും ഇപ്രാവശ്യം സമ്മിശ്രമാണ്. അതുപോലെ ക്ലബ്ബ് ബ്രൂഗെ സ്പോർട്ടിംഗ് ലിസ്ബണുമായി ഏറ്റുമുട്ടും. സ്പോർട്ടിംഗ് ലിസ്ബൺ നമുക്കറിയാം, കഴിഞ്ഞ മാസം മാഞ്ചസ്റ്റർ സിറ്റിയെ 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയ ടീമാണ്. പക്ഷേ അന്നത്തെ അവരുടെ കോച്ചായ റൂബൻ അമോറിൻ അവരെ വിട്ടുപോയി. ഇപ്പോൾ അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കോച്ചാണ്. അതേസമയം അദ്ദേഹം പോയിട്ടും സ്പോർട്ടിംഗ് ലിസ്ബൺ വിജയം തുടർന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ചെന്ന് കയറിയ ക്ലബ്ബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ തോൽവിയും തുടർന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട മത്സരത്തിൽ ആസ്റ്റൺ വില്ല ജർമ്മൻ ക്ലബ്ബായ ലെപ്സിങ്ങിനെ നേരിടും. അതുപോലെ സാൽസ്ബർഗ് PSG തമ്മിലാണ് മറ്റൊരു മത്സരം. നമുക്കറിയാം, പാരീസ് സെൻറ്റ് ജർമ്മൻ എന്ന ക്ലബ്ബ് ഫ്രാൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലബ്ബാണ്. പക്ഷേ ലയണൽ മെസ്സിയും നെയ്മർ ജൂനിയറും കിലിയൻ എംബാപ്പയൊക്കെ വിട്ടുപോയ ശേഷം അവർ പഴയ ക്ലബിൻ്റെ ഒരു നിഴൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവർ ഇപ്രാവശ്യം പുറത്താകാനാണ് കൂടുതൽ സാധ്യത. മറ്റൊരു മത്സരത്തിൽ ഇൻ്റർ മിലാൻ ലെവർകൂസനെ നേരിടും. ഇൻ്റർ മിലാൻ ഇപ്പോൾ പോയിൻ്റ് പട്ടികയിൽ 2ാം സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ പക്ഷെ എന്നാലും ജർമ്മനിയിൽ വെച്ച് കളിക്കുന്നതുകൊണ്ട് സമനിലയാവാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ മത്സരങ്ങളുള്ളത്. അതേസമയം പ്രമുഖ ക്ലബ്ബുകളായ മാഞ്ചസ്റ്റർ സിറ്റി, അത്ലറ്റിക്കോ മാഡ്രിഡ്, ആർസനൽ, ബാർസലോണ ഇവർക്കൊക്കെ നാളെയാണ് മത്സരം. ഇനി മറ്റൊന്ന് പറയാനുള്ളത്, നമുക്കറിയാം റൂഡ് വാൻ നിസ്റ്റർലോയെ നമുക്കറിയാം. അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു കളിക്കാരെന്ന് ഹോളണ്ടിൻ്റെ ഡച്ച് പ്ലെയറാണ്. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ മാസം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കോച്ചായിരുന്ന എറിക് ടെൻ ഹാഗ് പോയതിനു ശേഷം ഇടക്കാല കോച്ചായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പുതിയ കോച്ച് റൂബൻ അമോറിൻ ചാർജ് എടുക്കുന്നതുവരെ.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിച്ച ഒരു കളി അന്ന് 3-4 മത്സരം കളിച്ചു, ഒന്നും തോറ്റിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പുതിയ കോച്ച് ആരെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി പോയി. അപ്പോൾ അന്ന് മറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർക്കൊക്കെ ഒരുപാട് വിഷമമുണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹം പോയി. ഇപ്പോൾ ചാർജ് എടുത്തത് ലിസസ്റ്റർ സിറ്റിയുടെ കോച്ചായിട്ടാണ്. അപ്പോൾ അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം ലിസസ്റ്റർ സിറ്റി ആദ്യ മത്സരത്തിൽ തന്നെ പരാജയം ഒഴിവാക്കി. മികച്ച ക്ലബ്ബുകളൊന്നായ ബ്രൈറ്റൺ FC-യോട് 2-2 സമനിലയിൽ പിരിഞ്ഞു. ഇത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടം തന്നെയാണ്. പിന്നെ ഇന്നത്തെ ഒരു ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കോൾ പാമറെ കുറിച്ചാണ്. കോൾ പാമർ നമുക്കറിയാം ഇപ്പോൾ ചെൽസിയുടെ ഒരു പ്രധാനപ്പെട്ട കളിക്കാരനാണ്. അദ്ദേഹം വന്നതിന് ശേഷമാണ് ചെൽസി വീണ്ടും ടോപ്പിലേക്ക് എത്തിയത്. ഇപ്പോൾ ലിവർപൂളിൻ്റെ തൊട്ട് പിന്നിൽ 2ാം സ്ഥാനത്താണ് പ്രീമിയർ ലീഗിൽ അവരുടെ സ്ഥാനം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അവർ തപ്പിത്തടയുകയായിരുന്നു ലീഗിൽ. അപ്പോൾ ഈ കോൾ പാമർ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് പോയത് അദ്ദേഹത്തിന് കളിക്കാൻ അവസരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാണ്. പക്ഷേ പോയതിന് ശേഷം ചെൽസിയിലെത്തിയതിനു ശേഷം അദ്ദേഹം ഒരു ടോപ്പ് പ്ലെയറായി മാറി. ഇപ്പോൾ അദ്ദേഹത്തെ റയൽ മാഡ്രിഡ് നോട്ടമിടുന്നു എന്നാണ് ഇന്നത്തെ ചില പത്രങ്ങളിലൊക്കെ കണ്ട ഒരു ഗോസിപ്പ് വാർത്ത. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഉള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.